പ്രൈസ് ഗോഡ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ റഫായേൽ മാലാഖ കൃത്യമായി വെളിപ്പെടുത്തുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിലെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. ഇത് സെയ്മൻ്റെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 15:7-ലും 1:4-ലും 7 ദൂതന്മാരെ കുറിച്ച്, സപ്താത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിന് ബൈബിളിൽ കൃത്യമായിട്ട് മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ 3 ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ബാക്കി 4 പേരും കൂടിയുണ്ട്. അതുപോലെ തന്നെയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു എന്നുള്ള ഹെഡിങ്ങിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 45-ാം വാക്യത്തിൽ അപ്പോൾ പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടുകൂടെ കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് മുമ്പിൽ സപ്താത്മാക്കളുള്ളതുപോലെ പൈശാചിക ശക്തികളും 7 എണ്ണമാണ് കൃത്യമായിട്ടുള്ളത്. അതിൽ 7 മൂലപാപങ്ങൾക്ക് കാരണമാവുന്ന 7 പൈശാചിക ശക്തികൾ കൃത്യമായിട്ട് ബൈബിളിൽ ഈ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം. ഇതാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ തിന്മകളുടെ ശക്തികളാണ്, ഈ പേരുള്ള പൈശാചിക ശക്തികളാണ് കൃത്യമായിട്ട് 7 മൂലപാപങ്ങൾക്ക് കാരണമാവുന്ന പൈശാചിക ശക്തികൾ.